അവർ ഫുട്ബോൾ കളിക്കും. മഴ പെയ്തില്ലായിരുന്നെങ്കിൽ അവർ ഫുട്ബോൾ കളിച്ചേനെ. അവർ ഫുട്ബോൾ കളിച്ചേനെ, പക്ഷെ മഴ പെയ്തു. സിമിലർ ആയിട്ടുള്ള 3 സെന്റൻസസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സെന്റൻസസിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. അവർ ഫുട്ബോൾ കളിക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചറിലാണ് വരുന്നത്. അവർ ഫുട്ബോൾ കളിക്കും. കളിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? പ്ലേ എന്നാണ് പറയാ. പ്ലേ. അവർ കളിക്കും എന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ്. ദേ വിൽ പ്ലേ എന്നാ വരാ. ദേ വിൽ പ്ലേ. അവർ കളിക്കും. എന്ത്? ഫുട്ബോൾ. ദേ വിൽ പ്ലേ ഫുട്ബോൾ. മഴ പെയ്തില്ലായിരുന്നെങ്കിൽ അവർ ഫുട്ബോൾ കളിച്ചേനെ. ഈ ഒരു സെന്റൻസിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അവർ ഫുട്ബോൾ കളിച്ചേനെ എന്നുള്ളതിന് നമ്മൾ ദേ വുഡ് പ്ലേ ഫുട്ബോൾ എന്നാ പറയാ. ദേ വുഡ് പ്ലേ ഫുട്ബോൾ. എപ്പോ? if മഴ പെയ്തില്ലായിരുന്നെങ്കിൽ. if it didn't rain അല്ലെങ്കിൽ did not rain. ഇമാജിനറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. മഴ പെയ്തില്ലായിരുന്നെങ്കിൽ അവർ കളിച്ചേനെ എന്നാണ് പറയുന്നത്. സോ ദേ വുഡ് പ്ലേ ഫുട്ബോൾ if it didn't rain. അവർ ഫുട്ബോൾ കളിച്ചേനെ, പക്ഷെ മഴ പെയ്തു. അവർ ഫുട്ബോൾ കളിച്ചേനെ എന്നുള്ളതിന് പാസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ദേ would have played എന്നാ വരാ. they would have played. എന്ത്? ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചേനെ, പക്ഷേ ബട്ട് മഴ പെയ്തു. ഇറ്റ് റെയിൻഡ്. they would have played football but it rained. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മോർ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി പേജ് ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.